കാലദോഷങ്ങളൊക്കെ നീങ്ങിയിരിക്കണു ദാമോദരൻ നായരെ. ഇനിയിപ്പോ അങ്ങോട്ട് ദൈവാധീനമുള്ള കാല, ഒന്നുകൊണ്ട് പേടിക്കാനില്ല. അല്ല, അന്തസ്സുള്ള ഒരു ചായ കൂടെ എടുത്തോളൂ രാവുണ്ണിയാരെ. നേരത്താണോ ചായ? ഈയിടെ ആയിട്ട് ഊണിനോട് അത്ര കമ്പം തോന്നണില്ല ഗോപാല. ഊണിനോട് വേണ്ടായ തോന്നാൻ വല്ല വിശേഷം ഉണ്ടോ ജോത്സ്യർക്ക്? ഏഭ്യത്തരം പറയാത്ത ചായ കൂടെ എടുക്കണം. എന്താ ദേവു ഇതൊക്കെ? ഇതൊന്നും നോക്കി പറഞ്ഞതാ എന്റെ ഏട്ടാ. എന്താ ഇത്? എന്റെ മകന്റെ ജാതകം. എന്റെ ആങ്ങളമാര് പറഞ്ഞ ചക്രവർത്തി തിരുമനസിന്റെ ജാതകം. പെങ്ങളെ, ഇത് നോക്കി എന്ത് പറയാനാ ഞാൻ? അറിയണോ എനിക്ക് എന്താ അവന്റെ മരണം? എനിക്ക് മടുത്തു എന്റെ ഏട്ടാ. കണ്ടോ എന്റെ ഏട്ടൻ ഇത്? വെയിലും മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തതിന് അവൻ തന്നെ സമ്മാനം എന്റെ ആങ്ങളെ. എവിടെ ഉണ്ടവൻ? ബീഡിയുണ്ട് കുറിപ്പ് നിറക്കാൻ. മുൻകൂർ ജാമ്യ FIR കോപ്പി ഒന്നല്ല ഞാൻ ചോദിച്ചത്. കാശിന് 4 എണ്ണം കിട്ടുന്ന ഒരു ബീഡിയല്ലേ? സോറി സർ, തത്തമംഗലത്തൊരു ക്രിമിനലിനെ തെരഞ്ഞു പോയതായിരുന്നു ഞാൻ കസ്റ്റഡിയിലെടുക്കാൻ. എന്റെ ഭാഗ്യക്കേടെന്നല്ലാതെ എന്നാ പറയാനാ സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ആള് മുങ്ങി. സോറി സാർ, ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് ആ ASI ശ്രീധര മേനോനും എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല. നൊന്തോ എന്റെ കുട്ടിക്ക്? പാവമാണ് സാർ എന്റെ കുട്ടി, ഉപദ്രവിക്കരുതവനെ. സോറി മാഷേ, വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ. അറിയാം, സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ 5ാം വാരി കലങ്ങിയാന്. മാപ്പ്. ഇവന് വേണ്ടി തരകൻ സാറിനോട് ഞാൻ ചോദിക്കണു മാപ്പ്. എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലുള്ള ഒരാൾക്ക് സഹോദരനായിട്ട് ഈ പിശാചിന്റെ സന്തതി? പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി. ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലുള്ള ഒരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്ക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ DNA. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറ്. വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് നോക്കോളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ? മറ്റന്നാൾ അയക്കാം. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ ബാലകൃഷ്ണ? മറ്റന്നാൾ തന്നെ അയച്ചോളാം, ഡിലേ ഉണ്ടാവില്ല. ചെണ്ടു തോൽക്കും മണി ചുണ്ടിൻ ചോപ്പു കണ്ടാൽ മുളം തണ്ടിൽ മുളി നിൽക്കും വരി വണ്ടും ചൊന്നിടുന്നു പരിഭവം. വല്ല യക്ഷിയും വന്ന് മുറുക്കാൻ ചുറ്റി തന്നെന്ന് വിചാരിച്ചോ മാഷ്? ഇതിലിപ്പോ വിചാരിക്കാൻ മാത്രം എന്താ ഉള്ള? ഈ ഒരു രക്ഷ തന്നെയല്ലേ രക്ഷി. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. വന്ന് രാത്രിയിൽ ഇപ്പൊ മതിലേ കാണാൻ തുടങ്ങിയല്ലേ? ഓരോ കള്ള ഗന്ധർവന്മാര് നട്ടപ്പാതിര നേരത്തെ വന്ന് മോഹിപ്പിച്ചാല് മതില് ചാടാണ്ടിരിക്കാൻ പറ്റുവോ? ആട്ടെ, പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് എന്തെടുക്കുക? കോലാർ സ്വർണ്ണ ഖനിന്ന് കുറച്ച് സ്വർണം കുഴിച്ചെടുക്കുക. എന്താ വേണോ ഒരു മുറത്തിൽ പൊന്ന്? കഥകളി സമ്പ്രദായത്തിലെ
വൈജാത്യങ്ങൾ. മാതൃഭൂമിന്ന് MT സാറ് വിളിച്ചു പറഞ്ഞ ഉടനെ കൊടുക്കണം. നീ ഇങ്ങോട്ടാ. കഥകളെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ 4-5 കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി. മനസ്സൊന്ന് പാളം തെറ്റി. സാരമില്ല, പേടിച്ചു പോയ നീ. 3-4 ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ടാ. നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. ഉറങ്ങിക്കോളൂ, എഴുത്തും വായനയൊക്കെ പിന്നെ ആവാം. നീ പോയിക്കോളൂ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ പിഷാരടി. താങ്ക് യു സർ. A ഗ്രേഡ് പ്രൊഫസർഷിപ്പ് കിട്ടിയ ഓർഡേഴ്സാ. ചെലവുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. ഷാരടി മാഷിനെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ചോദിച്ചില്ല. എനിക്ക് കീഴ്പള്ളി വരെ ഒന്ന് പോണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മീരജി, എന്റെ ഭരതേട്ടൻ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരജി കൊടുത്തേ? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എടുത്തിമാന്നൊന്നും ഞാൻ നോക്കൂല. ഒന്ന് പറഞ്ഞു തന്നെ, ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീര് കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്? എനിക്ക് കാശ് വേണം. ഒരു 2000 രൂപ വളരെ അത്യാവശ്യ. കടായിട്ട് മതി, കൈ കിട്ടുമ്പോ തിരിച്ചു തരും. വേണാച്ച പലിശ ആവാം. എവിടുന്നാ വിശ്വട്ടാ കാശ്? തിരിച്ചേരി ബാലരാമ പിഷാരിയുടെ മോളല്ലേ നീയേ? 4:45 നിന്റെലും കാണാതിരിക്കുവോ? ഇപ്പൊ ഒന്നുമില്ല. നിന്റെ ഉണ്ടോടി? ഉണ്ട്, പക്ഷെ സ്റ്റേറ്റ് ബാങ്കിനകത്താ. ലോക്കറിന്റെ താക്കോല് ഇരിങ്ങണ്ണൂർ മച്ചും പുറത്തും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? കോമഡി പറയാ നീ. ഒരു പണി, ഞാൻ കൂടെ വരാം. ഗേറ്റിംഗ് കാത്തുന്നോളാം. നീ വീട്ടിൽ ചെന്ന് എടുത്ത് തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വളരെ അത്യാവശ്യമുണ്ട് എനിക്ക്. എന്താ അത്യാവശ്യം? കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനൊക്കെ അല്ലേ? ആടേ, അതിന് തന്നെയാ. ഞാൻ കുടിക്കും, കളിക്കും, പെണ്ണു പിടിക്കും. അല്ലാണ്ട് ഞാനും വാങ്ങണു പണ്ഡിതരായ പട്ടം. ഞാനും എഴുതണ പൊത്തകം. ചേടാ, തറവാട്ടിലൊരു മഹാനുണ്ടെന്ന് വെച്ച് അവിടെ കിടക്കണ പട്ടിക്ക് ഉണ്ടാവണമെന്നുണ്ടോ മഹത്വം? അവിടെ വന്നേ. ഞാനും നിന്റെ മുറച്ചെറുക്കനാ. അയാൾക്കുള്ള അതേ അവകാശം എനിക്ക് നിന്നോടുണ്ട്. അയാൾക്ക് മാത്രം വിരിച്ചാ പോരാ നീ നിന്റെ സപ്രപഞ്ചം. ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും കൂടെ ആവാം.
ആ 4-5 പവനുണ്ട്. തൽക്കാലത്തെ കാര്യം നടക്കും. പിന്നെ എന്റെ മുഖത്തടിച്ചതിനൊരു പരിഹാരമായി.